ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 ആഗസ്റ്റ് മാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം, അത് മലയാള വർഷ കണക്കനുസരിച്ച് 1202-ാം ആണ്ട് ചിങ്ങമാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് ഈ ഒരാഴ്ച. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. അതായത് പൂർണ്ണമായ ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ച. മേടം രാശിയുടെ ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന ആ വ്യാഴഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ അധിക ദോഷങ്ങളൊന്നും ബാധകമല്ല. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും, തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. എങ്കിലും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനോ അലസത ഉണ്ടാകുന്നതിനോ സൂചനയുള്ളതിനാൽ പഠനകാര്യങ്ങളിലൊക്കെ അതീവ ജാഗ്രത വേണം. ദമ്പതികളായിട്ടുള്ളവർക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. അധിക സാഹസികത പാടില്ല. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കേണ്ടതാണ്. കടങ്ങളൊക്കെ വീടുന്നതിന് സൂചനയുണ്ട്. പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ക്ലേശങ്ങളൊക്കെ മാറി ഉന്മേഷത്തോടുകൂടി പ്രവർത്തന സജ്ജമാകുവാനായിട്ട് സാധിക്കും. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന ഒരു ആഴ്ചയാണ്. രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് നിൽക്കുന്നു എന്നുള്ളത് വളരെ നല്ലതാണ്. അധിക ശനി ദോഷങ്ങളൊന്നും ബാധകമല്ല. ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായിരിക്കും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. വാക്കിൻ്റെ സ്ഥാനത്ത് ആഗ്നേയഗ്രഹം ഉള്ളതിനാൽ ദേഷ്യമൊക്കെ വർദ്ധിക്കുന്നതിന് സൂചനയുണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. സ്വന്തം നാട് വിട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ സൂചകമാണ്. ധന ആഗമന യോഗവുമുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും സഹോദര സ്ഥാനീയരിൽ നിന്നും സഹായങ്ങളൊക്കെ കിട്ടും. അതായത് ജോലിയില്ലാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് എങ്കിൽ സുഹൃത്തുക്കളുടെയോ സഹോദര സ്ഥാനീയരുടെയോ ഒരു അറിവോടുകൂടി സഹായത്തോടുകൂടി ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ, അത് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന സമയം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരും കലയുടെ ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും പഠിക്കുന്നവരും പ്രസിദ്ധികളും ധന ആഗമന യോഗവും സ്വന്തം നാട് വിട്ടു പോയി കലാകാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുവാൻ നല്ല അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു നല്ല ആഴ്ച. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തുക. അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശ്രേയസ്കരമാണ്. ദോഷങ്ങളൊക്കെ മാറി ധന ആഗമന യോഗം ഉണ്ടാകും. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നത് ഏറ്റവും ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. അതായത് ധനസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. കൂടാതെ അത് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഒരു കുടുംബത്തെ ഉത്തരവാദിത്തം ചെയ്യുന്നവർക്കും ഓഫീസിലെ ഉത്തരവാദിത്തം ചെയ്യുന്നവരോ, അതുമല്ല എങ്കിൽ കീഴ് ജീവനക്കാരെയൊക്കെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർക്കുമൊക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരുകയും ധന ആഗമന യോഗവും ഉണ്ടാകും. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. അത് വിദേശത്ത് പോകുവാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. പേപ്പറുകളൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടുവാൻ ഈ ആഴ്ച യോഗമുണ്ട്.
ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ നല്ല കാലം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ധന ആഗമന യോഗമുണ്ട്. പുതിയ ഗൃഹം നിർമ്മിക്കുന്നതിനും തുടക്കം കുറിക്കുവാനും അതുപോലെ തന്നെ ഉത്തമ വാഹനം വന്നു ചേരുവാനുമൊക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം. സുഹൃത്തുക്കളുടെയും സഹോദര സ്ഥാനീയർ മൂലവുമൊക്കെ ചില ക്ലേശങ്ങൾ ഉണ്ടാകുവാനും സൂചനയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ദോഷങ്ങളൊക്കെ മാറും. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒന്നുപോലെ ഉള്ള ഒരു സമയമാണ്. അതായത് രാശിയിൽ നിൽക്കുന്ന വ്യാഴം, സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും. എവിടെയും ഒരു അംഗീകാരം. അത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സമുദായ സംഘടനകളാകാം, സന്നദ്ധ സംഘടനകളിലാകാം, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതല ഏൽക്കുന്നതിനൊക്കെ ഈ ആഴ്ച യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് എങ്കിലും അതുപോലെ തന്നെ ധനം പാഴായി പോകുന്നതിന് സൂചനയുള്ളതിനാൽ ധനകാര്യവുമായി ബന്ധപ്പെട്ട്, അതായത് വീട്ടിലെ കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയാലും പണം കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ആണ്. കലാകാരന്മാരായിരിക്കുന്നവർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും. സഹോദര സ്ഥാനീയരും സുഹൃത്തുക്കളും സഹായിക്കുവാനുണ്ടാകും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അതിൻ്റേതായ ഒരു പുരോഗതിയൊക്കെ വന്നു ചേരുകയും സ്ഥാനക്കയറ്റം, അധികാരം വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട്. ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ജാഗ്രത വേണ്ട ഒരു ആഴ്ചയാണ്. അതായത് രാശിയിൽ തന്നെ രാശ്യാധിപനായിരിക്കുന്ന ആദിത്യൻ ഉണ്ട് എങ്കിലും അവിടെ കേതു എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രഹം നിൽക്കുന്നതിനാൽ പല വിധത്തിലുള്ള കഷ്ടതകളും നഷ്ടങ്ങളുമൊക്കെ സൂചകമാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത വേണം. പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്നവർ സംസാരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പാഴ്വാക്കുകൾ വരികയും ശത്രുക്കൾ ആയുധമാക്കുവാനും സൂചനയുണ്ട്. അത് വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലോ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിനോ മാനാപമാനങ്ങൾ ഉണ്ടാകുന്നതിനോ സൂചനയുണ്ട്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. ഏതെങ്കിലും തരത്തിലൊരു മാനാപമാനമൊക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെയധികം ജാഗ്രത വേണം. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും സൂചകമാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക. കലാകാരന്മാരായിരിക്കുന്നവർക്കും സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ സൂചകമാണ്. ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക. ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. അതായത് രാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി വെച്ചുകൊണ്ടും അതുപോലെ തന്നെ 11ാമിടത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും 9ാം ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതിനാലും വളരെയധികം നല്ല ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും. ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നൊക്കെ അംഗീകാരം ലഭിക്കുവാൻ യോഗമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. തേജസ് വർദ്ധിക്കുന്നതിന് യോഗമുണ്ട്. ഭൂമി വാങ്ങുവാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും അവസരങ്ങളൊക്കെ വന്നു ചേരും. മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ ഈ ആഴ്ച യോഗമുള്ള ഒരു സമയമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികളൊക്കെ സൂചകമാണ്. ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക.
മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക, അഭിവൃദ്ധികളൊക്കെ വന്നു ചെയ്യും. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരജ്യോതി വിശാഖം നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒന്നുപോലെ ഉള്ള ഒരു സമയമാണ്. അതായത് സ്വന്തം നാട് വിട്ടും അതുപോലെ തന്നെ സ്വന്തം നാട്ടിലുമൊക്കെ നല്ല വിജയങ്ങൾ വന്നു ചെയ്യും. ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായി, കൊച്ചുകുട്ടികൾക്കായാലും ആയവർക്കും നല്ല കാലമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, ഇവർക്കൊക്കെ സ്വന്തം നാട് വിട്ടും ചില സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. അതായത് സ്വന്തം നാട് വിട്ടൊക്കെ കലാരൂപങ്ങൾ പഠിക്കുന്നവർ അവർക്കൊക്കെ അംഗീകാരം കിട്ടുവാനൊക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. ഏതെങ്കിലും തരത്തിലുള്ള അപമാനങ്ങളോ അവിഖ്യാതികളോ വന്നുപെടാം. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. പരീക്ഷകളൊക്കെ എഴുതുന്നതിനും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സാകുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുമൊക്കെ ഈ തുലാം രാശിക്കാർക്ക് യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. ഏറ്റവും പ്രധാനം ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചെയ്യും. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖം, അനിഴം, കേട്ട എന്നീ നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ദൈവാധീനവുമുള്ള ഒരു സമയമാണ്. ഭാഗ്യാധിപൻ്റെ സ്ഥിതി മൂലവും അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗവും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമാണ്. എന്നിരുന്നാലും അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. സംസാരമായാലും പ്രവൃത്തിയായാലും മനസ്സുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പല നെഗറ്റീവ് ചിന്താഗതികളും വരുവാൻ സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രത വേണം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അധിക സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കണം. കൂടുതൽ മാർക്ക് വാങ്ങുന്നതിന്, അതായത് ഉയർന്ന മാർക്ക് വാങ്ങി ലഭിക്കുന്നതിനും ഉപരിപഠനത്തിനോ ജോലിക്കോ ഒക്കെ റാങ്കൊക്കെ കിട്ടിയാലല്ലേ പറ്റുകയുള്ളൂ. അതിനായിട്ട് അധിക സമയം പഠനം ആവശ്യമാണ്. വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാൻ പറ്റുന്ന സമയം. കുടുംബത്ത് സമാധാനക്കേട് ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹോദരസ്ഥാനീയർ മൂലമോ മാതാപിതാക്കളുമായിട്ടോ മക്കളുമൊക്കെ ആയിട്ടോ ഈ നക്ഷത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സൂചനയുള്ളതിനാൽ വളരെയധികം ക്ഷമ ആവശ്യമാണ്. തൊഴിൽ രംഗത്തും സഹപ്രവർത്തകരുടെ നിസ്സഹകരണം സൂചകമാണ്. മേലധികാരികളായാലും അതുപോലെ തന്നെ കീഴ് ജീവനക്കാരോ സഹപ്രവർത്തകരും ഒക്കെ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു നല്ല ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. മുരുകനെ പ്രാർത്ഥിക്കുന്നതും മുരുകൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രേയസ്കരമാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ജാഗ്രതയും ഉത്തരവാദിത്വ ബോധവും ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആവശ്യമാണ്. അതായത് ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണകാര്യങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. പിത്തസംബന്ധമായിട്ടൊക്കെ ചില അസുഖങ്ങളുണ്ടാകാം. ധാരാളം വെള്ളം കുടിക്കുകയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വേണം. ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കേണ്ടതാണ്. ആരോഗ്യം ശ്രദ്ധിക്കുവാൻ അതൊക്കെ വളരെ ഉത്തമമാണ്. സഹോദരസ്ഥാനീയർ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ ചില ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. മാതാവിനും മാതൃവഴി ബന്ധുക്കൾക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. സ്വന്തം നാട് വിട്ട് പഠനത്തിനായിട്ട് പോയിരിക്കുന്നവർക്കും ടെസ്റ്റുകൾ എഴുതുന്നവർ, വിദേശത്ത് പോകുവാനൊക്കെ ടെസ്റ്റുകൾ എഴുതുന്നവർ പാസ്സാകുന്നതിനും വിദേശത്ത് പോകുവാൻ ഉള്ള പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും പോകുന്നതിനും ഒക്കെ ഈ ആഴ്ച അനുകൂലമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. പ്രത്യേകിച്ച് കലയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏതെങ്കിലും ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല തേജസ്സുമൊക്കെ വർദ്ധിക്കുകയും വിജയങ്ങളും വന്നു ചേരും. കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ തൊഴിൽ സ്ഥാനത്ത് പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗത്തിലോ സ്റ്റേജ് പ്രോഗ്രാമുകളിലോ സിനിമയിലോ സീരിയൽ രംഗത്തോ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങുവാൻ ഒരു അവസരം വന്നു ചേരുക തന്നെ ചെയ്യും ഈ ആഴ്ച. ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. വിദ്യാവിജയങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും അതുപോലെ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നിരിക്കും. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, ധനു രാശിക്കാരായിരിക്കുന്ന മകരം രാശിക്കാരായിരിക്കുന്ന
ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. സപ്തമഭാവത്തിൽ അവിടെ പൂർണ്ണബലവാനായിട്ട് വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ യോഗമുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ചില വാക്ക് പറയുന്നതൊക്കെ സാധിക്കാൻ പറ്റാതെ വരിക, ധനപരമായ കാര്യങ്ങളിലായാലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ ചില വാക്ക് വ്യത്യാസങ്ങളും സമയബന്ധിതമായിട്ട് ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റാതെയൊക്കെ വരാം. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അലസത ഉണ്ടാകുവാനായിട്ടുള്ള സൂചനയുള്ളതുകൊണ്ടാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത്ര നല്ല ഒരു ആഴ്ചയല്ല. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. ധനം ചിലവാക്കുന്നതിൽ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ അധിക കടങ്ങൾ വന്നു ചേരുവാനും സൂചനയുണ്ട്. സ്വന്തം നാട് വിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്നവർക്കും പരീക്ഷ എഴുതുന്നവർക്കും അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ, ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനുള്ള സാഹചര്യം ഒത്തുവരുവാനായിട്ട് യോഗം. ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ കഴിക്കുകയും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ അതിവേഗം കാര്യങ്ങൾ നടക്കുവാൻ ഈ മകരം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഉത്തമമാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. അതായത് ഭാഗ്യാധിപനായിരിക്കുന്ന ആ ചൊവ്വായും ഒക്കെ വളരെ ഐശ്വര്യപൂർണമായിട്ടാണ് നിൽക്കുന്നത്. അഞ്ചാമിടത്ത് ചൊവ്വ നിൽക്കുമ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. സ്വന്തം നാട് വിട്ടൊക്കെ പോയി പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് വിജയിക്കും. വിദേശത്ത് പോകുവാനും നല്ല ഒരു ആഴ്ച. പൊതുവെ ദേഷ്യം നിയന്ത്രിക്കണം. അതായത് സപ്തമഭാവത്തിൽ ആദിത്യൻ കൂടി വന്നിരിക്കുന്നതിനാൽ ദമ്പതികളായിട്ടുള്ളവർ അതീവ ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. ചീത്ത വർത്തമാനങ്ങളൊന്നും പറയാതെ, കടുത്ത വാക്കുകളൊന്നും പ്രയോഗിക്കാതെ അങ്ങേയറ്റത്തെ ക്ഷമ വേണം. അത് തൊഴിൽ രംഗത്തും കുടുംബത്തും ഒക്കെ വിജയത്തിന് അനിവാര്യമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് നല്ല ജോലി കിട്ടുവാനും യോഗമുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക. പാഴായി പോകാതെയും കടങ്ങൾ വരാതെയും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ആണ്. ഏറ്റവും പ്രധാനമായിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറി അഭിവൃദ്ധികളും സന്തോഷവും വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രം, ഈ നക്ഷത്രക്കാരൊക്കെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ളത് സർവേശ്വരകാരകനും അതുപോലെ തന്നെ വ്യാഴമാണ്. വ്യാഴം അനുകൂലമാണ്, രാശ്യാധിപനാണ്, തൊഴിൽ സ്ഥാനാധിപനാണ്. ഉച്ചം ചെയ്ത് അഞ്ചാമിടത്തെ ത്രികോണത്തിൽ നിൽക്കുന്നത് വളരെ ഉത്തമമാണ്. 9ാം ഭാവാധിപനാകട്ടെ സുഖസ്ഥാനത്തുമാണ്. ഭാഗ്യവും ദൈവാധീനവുമുണ്ട്. എന്നിരുന്നാലും 7ര ശനിയുണ്ട്, അത് ജന്മത്തിലാണ്. അതുകൊണ്ട് വളരെ ജാഗ്രത വേണം. അലസത പാടില്ല. അസമയത്തെ യാത്രകൾ ഒഴിവാക്കണം. പൊക്കത്തിലൊക്കെ കയറുന്നതും ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്നവർ, സൈനിക അർദ്ധസൈനിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, കായിക താരങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളവർ വളരെ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് പടക്കം പൊട്ടിക്കുന്നവർ, ഗ്യാസിലൊക്കെ പാചകം ചെയ്യുന്ന വീട്ടമ്മമാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഒരു ശ്രദ്ധയുമില്ലാതെ ഫോണും ഒക്കെ കണ്ട് ടി വിയൊക്കെ കണ്ടുകൊണ്ട് ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുവാൻ പാടില്ല. വളരെ ജാഗ്രത അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ചികിത്സകളൊക്കെ ഫലിക്കുന്നതിന് സൂചനയുണ്ട്. ഇപ്പോൾ രോഗത്താലൊക്കെ ഒരുപാട് പേര് വലയുന്നുണ്ട് ഈ മീനം രാശിക്കാർ. അവരൊക്കെ വളരെ ജാഗ്രതയോടുകൂടി വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാൻ. വളരെ ശ്രദ്ധ വേണം വാക്കുകളൊക്കെ പ്രയോഗിക്കുവാൻ. അസമയത്തെ യാത്രകളോ ജലയാത്രകളോ ഒക്കെ ഒഴിവാക്കുക. വഴക്ക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ, ഏതെങ്കിലും തരത്തിൽ കലഹങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിവതും ഇടപെടാതെ വളരെ ശ്രദ്ധിക്കുകയും വേണം. ഉത്തമമായ ഒരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ അവസരങ്ങൾ വന്നു ചേരും. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുള്ള ഒരു ആഴ്ച. അത് ദാമ്പത്യ കാരകൻ കൂടിയായിരിക്കുന്ന ആ ശുക്രൻ പൂർണ്ണ ബലവാനാണ്. നല്ല ഐശ്വര്യമുള്ള കാലം. ഏതൊരു തൊഴിൽ ചെയ്യുന്നവർക്കും ഒരു പുരോഗതി ഉണ്ടാകും. ഒരു പ്രൊമോഷൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഉറപ്പായും ഈ ആഴ്ച പ്രൊമോഷൻ അപ്പോയിൻമെൻ്റ് ഓർഡർ
കൈപ്പറ്റുന്നതിനൊക്കെ യോഗമുണ്ട്. അതായത് പുതിയ ജോലിക്കായിട്ട് കാത്തിരിക്കുക, പുതിയ പ്രൊമോഷൻ കാത്തിരിക്കുക, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണർന്ന് പ്രവർത്തിക്കുന്നതിനും മേലധികാരികളിൽ നിന്ന് അംഗീകാരം വാങ്ങുന്നതിനും ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് വിജയങ്ങളൊക്കെ വന്നു ചേരുവാൻ. പ്രതിഭാശാലികളായിരിക്കുന്നവർക്ക് ഒരു പൊതുരംഗത്ത് നിന്ന് ഒരു അംഗീകാരമൊക്കെ കിട്ടുവാനും യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ദോഷങ്ങളൊക്കെ മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പേരും നക്ഷത്രവും കൂടി വേണം. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഗ്രഹനില നോക്കി മനസ്സിലാക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.